എല്ലാവർക്കും നമസ്കാരം. മാഗ്നാമേറ്റർ മലയാളത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഡേൺ ഇന്ത്യയുടെ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നോക്കുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ എന്തൊക്കെ നോക്കിയിരുന്നു, ഏതൊക്കെ യൂറോപ്യൻ ശക്തികളാണ് ഇന്ത്യയിലോട്ട് വന്നത്, എന്തുകൊണ്ടാണ് അവർ വന്നതെന്നുള്ള ഇൻട്രഡക്ഷൻ, അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലോട്ട് വരവാണ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അടുത്ത യൂറോപ്യൻ ശക്തികളായ ഡച്ചുകാര്, ബ്രിട്ടീഷേഴ്സ്, അതുപോലെ ഫ്രഞ്ചുകാര്, ബ്രിട്ടീഷ് എങ്ങനെയാണ് ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്തത്, ആദ്യമായി ബ്രിട്ടീഷുകാർ ഒരു യുദ്ധം നടത്തി, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അറൈവൽ ഓഫ് ഡച്ച് എന്ന് പറയുന്ന ആദ്യം തന്നെ ഏത് രാജ്യക്കാരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏത് രാജ്യത്തിൽ നിന്നുള്ള ആളുകളാണ് ഡച്ചുകാരെന്ന് നമ്മൾ വിളിക്കുന്നത്? ദേ ആർ ദ പീപ്പിൾ ഫ്രം നെതർലാൻഡ്സിൽ നിന്ന് വന്ന ആളുകളാണ് ഡച്ചുകാരെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത പോലെ തന്നെ നമ്മുടെ കമ്പനി ഭരണം എന്നത് എല്ലാവർക്കും അറിയാം. കമ്പനി ഭരണം എന്നായിരുന്നു ആദ്യം. ബ്രിട്ടീഷുകാർ കമ്പനിയാണ് ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. പിൻകാലത്താണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ഇന്ത്യയെ ഭരണം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഡച്ചുകാർക്കും ഇന്ത്യക്ക് ട്രേഡ് നടത്താൻ വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്തു. ആ കമ്പനിയുടെ പേരാണ് 1602 ഫോം ചെയ്ത ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണ് ആ കമ്പനിയുടെ പേര്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത ഏത് വർഷമാണ്? 1602 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത്. ഓക്കെ, ഇനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തതിന് ശേഷം അവർ ഇന്ത്യയിലോട്ട് വരുന്നു. ഏത് വർഷമാണ് അവർ ഇന്ത്യയിൽ എത്തുന്നത്? 1604 അവർ ഇന്ത്യയിൽ എത്തുന്നത്. ഏത് വർഷമാണ്? 1604 അവർ ഇന്ത്യയിൽ എത്തുന്നു. നമ്മുടെ കോഴിക്കോട് സാമൂതിരിയുമായിട്ട് അവരൊരു നല്ല ഒരു കരാറിൽ ഏർപ്പെടുന്നു. 1604 ഡച്ച് മെയ്ഡ് ഒരു ട്രീറ്റി വിത്ത് സാമൂറിൻ നമ്മൾ പറഞ്ഞിരുന്നു. സാമൂതിരിയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് സാമൂറിൻ എന്ന്. ഓക്കെ, അപ്പൊ സാമൂതിരിയുമായിട്ട് ഒരു കരാർ ഏർപ്പെടുന്നു 1604. നമുക്കറിയാം ഇവരും ഇന്ത്യയിലെ ഒരു പ്രബല ശക്തിയാവാൻ ആഗ്രഹിച്ചു. അപ്പൊ അവർക്ക് ആദ്യം തന്നെ അവർക്ക് ട്രേഡ് നടത്താനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി അവർ എന്ത് സെറ്റപ്പ് ചെയ്യണം? ഫാക്ടറി സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അടുത്ത ഡേറ്റ് നമ്മൾ പഠിക്കുന്നു 1605. ആ വർഷം 1605 അവരുടെ ആദ്യത്തെ ഫാക്ടറി അവർ സെറ്റപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ഫാക്ടറി എവിടെ സെറ്റപ്പ് ചെയ്യുന്നു ചോദിച്ചാൽ അത് പ്രധാനമാണ്. മസുലിപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? മസുലിപട്ടണത്താണ് അവര് ആദ്യം ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത്. ആ ഫാക്ടറി മസുലിപട്ടണത്താണ്. മസുലിപട്ടണം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? മസുലിപട്ടണം എന്ന് പറയുന്നത് ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ്. എവിടെയാണ്? ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ്. സോ ഫസ്റ്റ് ഫാക്ടറി വാസ് സെറ്റ് അപ്പ് ബൈ ദ ഡച്ച് ഇൻ വിച്ച് ഇയർ? 1605 ഇൻ മസുലിപട്ടണം. ഓക്കെ, മസുലിപട്ടണം ഈസ് ഇൻ പ്രസന്റ് ഡേ ആന്ധ്രാപ്രദേശ്. ഇനി കാലങ്ങൾ കടന്നുപോയി. 1690 1690 അവരുടെ മെയിൻ സെന്ററായി മസുലിപട്ടണമല്ല, അവർ സെന്റർ ഒന്ന് മാറ്റി പിടിക്കുന്നു. അവരുടെ മെയിൻ സെന്ററായി പുലിക്കാട്ട് എന്ന് പറയുന്ന സ്ഥലം വരുന്നു. എവിടെയാണ്? പുലിക്കാട്ട്. സോ 1690 their main center of trade became പുലിക്കാട്ട്. ഓക്കെ, സോ their main center of trade became പുലിക്കാട്ട്. അത് അങ്ങനെ തന്നെ എഴുതി പഠിക്കുക. മെയിൻ സെന്റർ ഓഫ് ട്രേഡ് became പുലിക്കാട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡച്ചുകാരുടെ പിൽക്കാലത്തുള്ള വരവും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നു. അതിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു യുദ്ധം പഠിക്കണം. 1741 നടന്ന ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. കൊളച്ചൽ ഇപ്പോഴെവിടെയാണ്? തമിഴ്നാട്ടിൽ. ഓക്കെ, ആ കാലയളവിൽ നമ്മുടെ ഈ കൊളച്ചൽ എന്ന് പറയുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു അല്ലെ. അപ്പം അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയാണ് ഭരിച്ചിരുന്നത്. ജസ്റ്റ് ഒരു ഫൺ ഫാക്ട് പോലെ നമുക്ക് പഠിച്ചു നോക്കാം. മാർത്താണ്ഡവർമ്മയാണ് ഭരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ മാർത്താണ്ഡവർമ്മ ഭരിച്ചിരുന്ന കൊളച്ചൽ യുദ്ധം, മാർത്താണ്ഡവർമ്മ ഭരിച്ചിരുന്നത് ഈ ഡച്ചുകാരെ ദയനീയമായി പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മ ഒരു പവർഫുൾ റൂളർ ആയിരുന്നു. ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ ദയനീയമായി പരാജയപ്പെടുത്തി. ഓക്കെ, പരാജയപ്പെടുത്തിയതിനു ശേഷം ഈ കൊളച്ചൽ യുദ്ധത്തിന് ഡച്ചുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത അവരുടെ ആർമി കമാൻഡറായ ക്യാപ്റ്റൻ ദില്ലനോയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി.
ഓക്കെ, ഈ പിൽക്കാലത്ത് ഈ ക്യാപ്റ്റൻ ദില്ലനോയി ആണ് മാർത്താണ്ഡവർ തിരുവിതാംകൂറിന്റെ മോഡേൺ വാർഫെയർ ഒക്കെ പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് ഒരു കാര്യമായിട്ട് പറഞ്ഞിരുന്നാൽ മതി, മോഡേൺ വാർഫെയർ ഒക്കെ നമ്മുടെ തിരുവിതാംകൂറിലെ ഭടന്മാർക്ക് പരിചയപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും അതിൽ എക്സ്പോണന്റ് ആക്കുന്നതും ഒക്കെ ആരാണ്? ഈ ക്യാപ്റ്റൻ ദില്ലനോയി ആണ്. ഓക്കെ, പിൽക്കാലത്ത് ഈ ക്യാപ്റ്റൻ ദില്ലനോയി ആയ ഡച്ചുകാരുമായിട്ട് മാർത്താണ്ഡവർമ്മ നല്ലൊരു ബന്ധമൊക്കെ വരുന്നുണ്ട്. ഈ ദില്ലനോയിയുടെ ഈ ഒരു പുതിയ വാർഫെയർ ഒക്കെ പഠിപ്പിച്ചത് എപ്പോഴാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഹെൽപ്ഫുൾ ആയത്? അത് ഹെൽപ്ഫുൾ ആയത് ടിപ്പു സുൽത്താന്റെ കേരളത്തിലോട്ടുള്ള വരവ് നല്ല ശക്തമായി നമ്മുടെ തിരുവിതാംകൂർ രാജവംശം തടയുകയുണ്ടായി. ഓക്കെ, അപ്പൊ അതിന് കാരണമായ ഒരു വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ദില്ലനോയ്. ബാറ്റിൽ ഓഫ് കൊളച്ചൽ നടന്നത് എവിടെയാണ്? ഏത് വർഷമാണ്? 1741. ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കുന്നത് അടുത്ത ബ്രിട്ടീഷുകാരുടെ അറൈവലാണ്. മൂന്നാമത്തെ ശക്തിയായിട്ടാണ്, യൂറോപ്യൻ ശക്തിയാണ് ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വരാൻ കാരണമായത് ആദ്യം തന്നെ അവരൊരു കമ്പനി ഫോം ചെയ്തു. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന 1600 ഫോം ചെയ്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ 1600 ഫോം ചെയ്ത കമ്പനി 1857 വരെ ഇന്ത്യയിൽ ഭരണമുണ്ടായിരുന്നു. ഓക്കെ, 1857 വരെ. പിൽക്കാലത്ത് എന്താ സംഭവിച്ചത്? കമ്പനിയെ പിരിച്ചുവിട്ട് ക്വീൻ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യയിൽ. സോ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത വർഷം ഇൻ 1600. ഏത് വർഷമാണ്? 1600. 1600ലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന് മുന്നേ തന്നെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഇന്ത്യയുമായി ട്രേഡ് നടത്താൻ വേണ്ടി. ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുൻകാല പേര്, അതിന്റെ പേര് ജോൺ കമ്പനി എന്നായിരുന്നു. എന്താണ്? ജോൺ കമ്പനി. So John Company was the earlier name of British East India Company. In 1600 അവരുടെ പേര് മാറ്റി പുതിയ കമ്പനിയായി ഫോം ചെയ്തു. എന്ത് കമ്പനിയായി മാറി? നമ്മൾ പിൽക്കാലത്ത് ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി മാറി. 1600 തന്നെ ക്വീൻ എലിസബത്ത്, ബ്രിട്ടീഷ് രാജ്ഞിയായ ക്വീൻ എലിസബത്ത് ന്റെ ട്രേഡ് നടത്താനുള്ള ലൈസൻസ് ആയ റോയൽ ചാർട്ടർ കിട്ടി. റോയൽ ചാർട്ടർ. ഓക്കെ, ഇൻ 1600 British East India Company was formed and it received the royal charter from Queen Elizabeth I to conduct trade in India. ട്രേഡ് നടത്താനുള്ള ലൈസൻസ് കിട്ടിയത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചാർട്ടർ ആണ് കിട്ടിയത്. ഓക്കെ, ശരി. ഇനി നമുക്ക് പഠിക്കേണ്ട ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലോട്ടുള്ള വരവാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വരുന്നത് 1600 ഫോം ചെയ്ത കമ്പനിക്ക് ശേഷം ആദ്യത്തെ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യ വരുന്നത് 1608ലാണ്. ഏത് വർഷമാണ്? 1608ലാണ് ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, ആരാ വരുന്നത് ചോദിച്ചാൽ വില്യം ഹോക്കിങ്സ് ആണ് വരുന്നത്. വില്യം ഹോക്കിങ്സ്. ഓക്കെ, വില്യം ഹോക്കിങ്സ് എന്ന് പറയുന്ന ആള് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇന്ത്യയിലെ ഏത് ഭൂപ്രദേശത്താണ് എത്തിപ്പെടുന്നത് ചോദിച്ചാൽ ഗുജറാത്തിലെ സൂറത്തിലാണ് എത്തുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്തിലാണ് എത്തുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ വില്യം ഹോക്കിങ്സ് 1608 ഇന്ത്യയിൽ എവിടെയാണ് എത്തുന്നത് ചോദിച്ചാൽ ഉത്തരം എന്ത് എഴുതണം? ഗുജറാത്തിലെ സൂറത്തിൽ എത്തിയെന്ന് എഴുതണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം ചെല്ലുന്നു മുഗൾ രാജവംശം ഭരിച്ചിരുന്ന ജഹാംഗീറിന്റെ കോർട്ടിലാണ് ചെല്ലുന്നത്. സോ ഹി റീച്ച്ഡ് ജഹാംഗീർസ് കോർട്ട്. ജഹാംഗീറിന്റെ കോർട്ടിലാണ് അദ്ദേഹം എത്തുന്നത്. ഓക്കെ, അപ്പം ജഹാംഗീറിന്റെ കോടതിയിൽ അല്ലെങ്കിൽ ജഹാംഗീറിന്റെ കോർട്ടിൽ അദ്ദേഹത്തിന്റെ പാലസിൽ എത്തുന്ന ബ്രിട്ടീഷുകാരൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന ബ്രിട്ടീഷുകാരാണ് 1608 വില്യം ഹോക്കിങ്സ് ആണ്. ആരാണ്? വില്യം ഹോക്കിങ്സ്. ഓക്കെ, ഇനി 1608 എത്തുമ്പോഴും ഇദ്ദേഹത്തിന് ഫുള്ളായിട്ട് ട്രേഡ് നടത്താനുള്ള പെർമിഷൻ ഒന്നും ജഹാംഗീർ കൊടുക്കുന്നില്ല. ഓക്കെ, ജഹാംഗീർ ഒരു സ്റ്റോപ്പ് ഇട്ട് ബ്രിട്ടീഷുകാരെ അങ്ങനെ ഫുള്ളായിട്ടൊന്നും ട്രേഡ് നടക്കുന്നില്ല. ഫുള്ള് നിങ്ങൾക്കൊന്നും തരുന്നില്ല. ജസ്റ്റ് ട്രേഡ് നടത്തി പോവാൻ, ആവശ്യമുള്ള സാധനങ്ങൾ കയറ്റിയെടുത്ത് പോവാൻ വേണ്ടി ഒരു പെർമിഷനെ കൊടുക്കുന്നുള്ളൂ. പിൽക്കാലത്താണ് അതിന്റെ ഒരു വ്യാപ്തിയൊക്കെ കൂട്ടുന്നത്. 1608 എത്തുന്നു. പിൽക്കാലത്ത് 1611 അവരുടെ ഒരു ടെമ്പററി ഫാക്ടറി സെറ്റപ്പ് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നു. ഫസ്റ്റ് ടെമ്പററി ഫാക്ടറി ബ്രിട്ടീഷുകാർ എവിടെ ഫോം ചെയ്യുന്നു? മസുലിപട്ടണത്ത് തന്നെ ഫോം ചെയ്യുന്നു. മസുലിപട്ടണം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു? ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞു. ഓക്കെ, മസുലിപട്ടണത്ത് ഫോം ചെയ്യുന്നു ടെമ്പററി.
പക്ഷേ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ഫസ്റ്റ് ഫാക്ടറി ഫോം ചെയ്യുമ്പോൾ എന്ന ഡേറ്റും സ്ഥലവുമാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് ഫാക്ടറി വാസ് സെറ്റപ്പ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1630. ഇതാണ് എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. ഫസ്റ്റ് ഫാക്ടറി വാസ് സെറ്റപ്പ് ബൈ ദ ബ്രിട്ടീഷ്. ഇറ്റ് ഇസ് എ പെർമനന്റ് ഫാക്ടറി. ഏത് സ്ഥലത്താണ്? ഗുജറാത്തിലെ സൂറത്തിൽ തന്നെയാണ് ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി. ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി. ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? ഗുജറാത്തിലെ സൂറത്തിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് അടുത്ത തീയതി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് അപ്പോഴും ഒരു ട്രേഡ് നടത്താനുള്ള റൈറ്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല. അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ചരക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള പെർമിഷനെ കിട്ടുന്നുള്ളൂ. ട്രേഡിംഗ് ആയിട്ട് റൈറ്റ് കൊടുക്കുന്നത് പിൽക്കാലത്ത് 1615 ഇന്ത്യയിലോ എത്തുന്ന അടുത്ത ബ്രിട്ടീഷുകാരനെ ആണ്. ഓക്കെ, ജഹാംഗീർ തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. തോമസ് റോ. ആരാണ്? തോമസ് റോ. തോമസ് റോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ എത്തുന്നു ജഹാംഗീറിന്റെ കോർട്ടിൽ തന്നെയാണ് എത്തുന്നത്. ആരുടെ കോർട്ടിലാണ്? ജഹാംഗീർ. ജഹാംഗീറിന്റെ കോർട്ടിൽ തന്നെയാണ് എത്തുന്നത്. ജഹാംഗീറിന്റെ കോർട്ടിൽ എത്തുന്നു. ജഹാംഗീർ തോമസ് റോയിന് എന്ത് അവാർഡ് ചെയ്യുന്നു? ട്രേഡിംഗ് റൈറ്റ്സ് അവാർഡ് ചെയ്യുന്നു. ഓക്കെ, ട്രേഡിംഗ് റൈറ്റ്സ്. സോ ട്രേഡിംഗ് റൈറ്റ്സ് അവാർഡ് ചെയ്യുന്ന ആർക്കാണ്? തോമസ് റോയിനാണ്. ആർക്കാണ്? തോമസ് റോ. സോ തോമസ് റോ വഴി ജഹാംഗീർ ബ്രിട്ടീഷുകാർക്ക് ട്രേഡിംഗ് റൈറ്റ്സ് അലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യം വന്ന വരവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്രഞ്ചുകാരുടെ വരവൂടെ പഠിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ബ്രിട്ടീഷുകാരുടെ എക്സ്പാൻഷനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു വരവ് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് പറയാം. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത്. മുൻകാലത്ത് അതിന്റെ പേരെന്തായിരുന്നു? ജോൺ കമ്പനി എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുമ്പോൾ ക്വീൻ എലിസബത്ത് രാജ്ഞി ഇന്ത്യയുമായി ട്രേഡ് നടത്താൻ ഒരു ലൈസൻസ് കൊടുക്കുന്നു. അതിന്റെ പേരാണ് റോയൽ ചാർട്ടർ. അതിന്റെ പേരാണ് റോയൽ ചാർട്ടർ. ഓക്കെ, ഇനി 1608 ആരാണ് ഇന്ത്യയിൽ വരുന്നത്? ബ്രിട്ടീഷുകാരായ വില്യം ഹോക്കിങ്സ് ആണ് ഇന്ത്യയിൽ വരുന്നത്. വില്യം ഹോക്കിങ്സ് ഇന്ത്യയിൽ എവിടെയാണ് വരുന്നത്? ഗുജറാത്തിലെ സൂറത്തിലാണ് വരുന്നത്. ഓക്കെ, ഗുജറാത്തിലെ സൂറത്തിൽ ആരുടെ കോർട്ടിലാണ് എത്തുന്നത്? മുഗൾ രാജ്യം ഭരിച്ചിരുന്ന ജഹാംഗീറിന്റെ കോടതിയിലാണ് എത്തുന്നത്. ട്രേഡിംഗ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഫുൾ ട്രേഡിംഗ് റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ കയറ്റി പോകാനുള്ള പെർമിഷനൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം 3 വർഷത്തിന് ശേഷം 1611 ടെമ്പററി ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു. മസുലിപട്ടണം, ആന്ധ്രാപ്രദേശിലെ മസുലിപട്ടണത്ത് അവർ ടെമ്പററി ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ദ ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി വാസ് സെറ്റപ്പ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ വിച്ച് ഇയർ? 1630. ഏത് വർഷമാണെന്ന് ഞാൻ പറഞ്ഞു? 1630 പറഞ്ഞു. 1630. അപ്പൊ 1630 പെർമനന്റ് ഫാക്ടറി എവിടെ സെറ്റപ്പ് ചെയ്യുന്നു? സൂറത്തിൽ സെറ്റപ്പ് ചെയ്യുന്നു. 1630 പെർമനന്റ് ഫാക്ടറി സൂറത്തിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രേഡിംഗ് റൈറ്റ് കിട്ടുന്ന എപ്പോഴാണ്? 1615 തോമസ് റോ വരുന്ന സമയത്താണ്. തോമസ് റോ എന്ന് പറയുന്ന ആള് ജഹാംഗീറിന്റെ കോർട്ടിലെത്തുന്നു. ട്രേഡിംഗ് റൈറ്റ്സ് കരസ്ഥമാക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാര് ഒരു ട്രേഡ് നടത്തുന്ന എൻറ്റിറ്റി ആയി, ഫുൾ ട്രേഡ് നടത്താൻ എൻറ്റിറ്റി ആയി മാറുന്നു. ഓക്കെ, സോ അതേത് വർഷമാണ്? 1615. അപ്പം 2 പേര് ഇന്ത്യയിൽ വരുന്നു. ആ 2 പേര് ആരൊക്കെയാണ്? വില്യം ഹോക്കിങ്സും തോമസ് റോയും. ആദ്യം വന്നത് ആരാണ്? വില്യം ഹോക്കിങ്സ്. രണ്ടാമതൊന്നും ആരാണ്? തോമസ് റോ. നമ്മൾ ഹോക്കിങ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഹോക്കിങ്സ് എന്ന് പറഞ്ഞാൽ പരുന്തിനെയൊക്കെ പറയാറുണ്ട് ഹോക്കിങ്സ് എന്നല്ലേ. അപ്പം ആദ്യം പറന്നു വരുന്ന പരുന്ത്, രണ്ടാമത് തുഴഞ്ഞു വരുന്ന റോ. ഓക്കെ, തുഴഞ്ഞു വരിക എന്നെന്താ? റോ ചെയ്ത് വരിക. അപ്പൊ ജസ്റ്റ് ഒരു കോഡായിട്ട് ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. എന്താണ്? വില്യം ഹോക്കിങ്സ്, പറന്നു വരുന്ന ഹോക്കിങ്സ്, തുഴഞ്ഞു വരുന്ന റോ. ആദ്യം പറന്നു വരുന്നു, പിന്നെ തുഴഞ്ഞു വരുന്നു. അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരാണ് ആദ്യം വന്നത് എന്നൊരു കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, ആദ്യം പറന്നു വരുന്നു, രണ്ടാമത് തുഴഞ്ഞു വരുന്നു. അപ്പം പറന്നു വരുന്ന ഹോക്ക് എന്ന് പറയുന്നത് എന്താണ്? കഴുകൻ അല്ലെങ്കിൽ വില്യം ഹോക്കിങ്സ്. രണ്ടാമത് തുഴഞ്ഞു വരുന്ന ആരാണ്? റോ ചെയ്ത് വരുന്നതാണ്. സോ തോമസ് റോ. ഓക്കെ, മലയാളത്തിൽ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരി, അടുത്ത നമ്മൾ പോയിന്റ് പഠിക്കുന്നത് ഫ്രഞ്ചുകാരുടെ അറൈവലാണ്. ഓക്കെ, ഫ്രഞ്ചുകാർക്ക് എന്താ പറ്റിയത്? അവന്മാരെ അറിയില്ല. അവന്മാര് ലാസ്റ്റ് വന്ന ഒരു ഫോറിൻ യൂറോപ്യൻ ശക്തിയാണ്. അവന്മാർ മറന്നുപോയി എല്ലാവരെയും കാര്യമൊക്കെ. സോ 1668 ഫ്രഞ്ചുകാർ വരുന്നു. ഫ്രഞ്ചുകാർ വന്നതിന് ശേഷം അവര്
സൂറത്തിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു. എവിടെയാണ്? സൂറത്തിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു. ദേ ആർ ദ ലാസ്റ്റ് അറൈവിംഗ് യൂറോപ്യൻ ഫോഴ്സസ്. ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ദ ലാസ്റ്റ് അറൈവിംഗ് യൂറോപ്യൻ ഫോഴ്സ് എന്താണ്? ലാസ്റ്റ് അറൈവിംഗ് യൂറോപ്യൻ ഫോഴ്സ് ആരാണ്? ഫ്രഞ്ച് ആണ്. ഫ്രഞ്ചുകാരാണ് ലാസ്റ്റ് അറൈവിംഗ് യൂറോപ്യൻ ഫോഴ്സസ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് അറൈവിംഗ് യൂറോപ്യൻ ഫോഴ്സസ് ഫ്രഞ്ചുകാരാണ്. ഇവർ എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലുണ്ട്. കേരളത്തിൽ എവിടെയാണ്? നമ്മൾ മാഹി എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് മാഹി, അല്ലെ? എന്തുകൊണ്ടാണ് അത് യൂണിയൻ ടെറിട്ടറി നിൽക്കുന്നത്? അവിടെ ഫ്രഞ്ചിന്റെ ഒരു 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 ഇൻഫ്ലുവൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് യൂണിയൻ ടെറിട്ടറി ഒക്കെ ആയിട്ട് പ്രഖ്യാപിച്ചത്. സോ മാഹിയിലും പുതുച്ചേരിയിലുമാണ്, മാഹിയിൽ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലുമായിട്ടായിരുന്നു ഫ്രഞ്ചുകാര് ഉണ്ടായിരുന്നത്. ഓക്കെ, ഫ്രഞ്ചിന് ഒരു പ്രബല ശക്തി ആവാൻ പറ്റിയില്ല. അതിന് കാരണം ബ്രിട്ടീഷുകാർ തന്നെയാണ്. പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്നു. അതാണ് നമ്മൾ കർണാട്ടിക് വാഴ്സ് ആയിട്ട് പഠിക്കുന്നത്. എന്താണ് അത് പഠിക്കുന്നത്? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിന് എന്താ പഠിക്കുന്നത്? കർണാട്ടിക് വാഴ്സ്. ഓക്കെ, കർണാട്ടിക് വാഴ്സ്. അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ വരുന്ന ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്, വരുന്ന സ്ലൈഡുകൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരി, നമുക്ക് ബ്രിട്ടീഷുകാരുടെ എക്സ്പാൻഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ എക്സ്പാൻഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അത് പഠിക്കാൻ വേണ്ടി രണ്ടാമത് വന്ന ഡച്ചുകാരെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയ ഒരു ബാറ്റിലുണ്ട്. ഡച്ചുകാരെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. ഓക്കെ, ആ പരാജയം നടക്കുന്നത് 1759 1759 ബാറ്റിൽ ഓഫ് ചിന്നസുര എന്ന് പറയും. ബാറ്റിൽ ഓഫ് ചിന്നസുര. ഓക്കെ, ബാറ്റിൽ ഓഫ് ചിന്നസുരയെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ബാറ്റിൽ ഓഫ് ബെദാര എന്ന് പറയാറുണ്ട്. ബെദേറ, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നത് ബാറ്റിൽ ഓഫ് ഹൂഗ്ലി എന്ന് പറയാറുണ്ട്. ബാറ്റിൽ ഓഫ് ഹൂഗ്ലി. അപ്പം ബാറ്റിൽ ഓഫ് ചിന്നസുര, ബാറ്റിൽ ഓഫ് ബെദാര, ബാറ്റിൽ ഓഫ് ഹൂഗ്ലി, ഇതെല്ലാം വേറെ വേറെ ഒരു സെയിം ബാറ്റിൽ ആണ്. ഇത് എവിടെയാണ്? ഇത് നമ്മുടെ ഹൂഗ്ലി നദിയുടെ തീരത്താണ് നടക്കുന്നത്. ബംഗാളിലെ ഹൂഗ്ലി നദിയുടെ തീരത്ത് തന്നെയാണ് നടക്കുന്നത്. സോ 1759 ബാറ്റിൽ ഓഫ് ചിന്നസുര, ബെദാര, ഹൂഗ്ലി. ഇവിടെ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഫൈറ്റ് ചെയ്തു. ആര് ജയിച്ചു? ബ്രിട്ടീഷുകാർ ജയിച്ചു. ഡച്ചുകാരെ തോറ്റു. ഡച്ചുകാർ ലോസ്റ്റ്. ഓക്കെ, സോ ഡച്ച് ഇന്ത്യയിൽ നിന്ന് ലോസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയില്ല. അതിന് കാരണമായ ബാറ്റിൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുമായി ഫൈറ്റ് ചെയ്ത ബാറ്റിൽ ഓഫ് ചിന്നസുര, ബെദേറ അല്ലെങ്കിൽ ഹൂഗ്ലി എന്ന് പറയും. അത് ഏത് വർഷമാണ് നടന്നത്? 1759. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നുണ്ട്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്ന 1612 നടക്കുന്ന മറ്റൊരു ബാറ്റിലാണ്. 1612 നടക്കുന്ന മറ്റൊരു ബാറ്റിലാണ്. ആ ബാറ്റിലിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് സ്വല്ലി. അത് സൂറത്തിലാണ് നടക്കുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്തിലാണ് ആ ബാറ്റിൽ നടക്കുന്നത്. ബാറ്റിൽ ഓഫ് സ്വല്ലി അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് സൂറത്ത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1612 ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഫൈറ്റ് ചെയ്യുന്നു. ആര് ജയിക്കുന്നു? ബ്രിട്ടീഷുകാരെ ജയിക്കുന്നു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നു. സോ പോർച്ചുഗീസുകാര് ബ്രിട്ടീഷുകാരായിട്ട് പരാജയപ്പെട്ട ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് സുവല്ലി. അത് നടക്കുന്ന എവിടെയാണ്? സൂറത്തിലാണ്. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ. അതില് ബാക്കി രണ്ട് പ്രധാനപ്പെട്ട ശക്തികളായ ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നു. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ബാറ്റിലിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് ചിന്നസുര അല്ലെങ്കിൽ ബെദേറ. ഇത് നടക്കുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ നടക്കുന്ന വർഷം 1759 1759 ഓക്കെ, ഇനി ബ്രിട്ടീഷുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്ന ബാറ്റിൽ ഏതാണ്? 1612 നടക്കുന്ന ബാറ്റിൽ ഓഫ് സ്വല്ലി ആണ്. അതെവിടെയാണ്? സൂറത്തിലാണ് നടക്കുന്നത്. ബ്രിട്ടീഷുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നു. ഓക്കെ, സോ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളുടെ കാര്യം അവിടെ തീർന്നു കിട്ടി. അടുത്ത പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരാണ്. സോ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഈ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്ന ആ ബാറ്റിലിനെ വിളിക്കുന്നതാണ്, നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് ആ ബാറ്റിലെ പേര്? കർണാട്ടിക് വാഴ്സ്. എന്താണ് അതിന്റെ ബാറ്റിലെ പേര്? കർണാട്ടിക് വാഴ്സ്. ഓക്കെ, അപ്പൊ കർണാട്ടിക് വാഴ്സ് ഇന്ത്യയിൽ നടക്കാൻ കാരണം വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നിരന്തരം ഒരു യുദ്ധം നടന്നുകൊണ്ടിരുന്നു ലോകമെമ്പാടും. ഓക്കെ, അപ്പൊ അതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1740-കളിൽ
ഓസ്ട്രിയൻ സക്സഷൻ വാർ യൂറോപ്പിൽ നടന്നു. ഓസ്ട്രിയൻ സക്സഷൻ വാർ. അപ്പോൾ ഓസ്ട്രിയൻ സക്സഷൻ വാർ യൂറോപ്പിൽ നടക്കുന്ന സമയത്ത് നടന്നതിനെ തുടർന്ന് ഈ ലോകത്ത് എവിടെയൊക്കെ ഫ്രഞ്ച് ബ്രിട്ടീഷ് കോളനികൾ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം അതിന്റെ ഒരു റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ കോൺഫ്ലിക്റ്റുകൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം ഇന്ത്യയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം 1740 ഓസ്ട്രിയൻ സക്സഷൻ വാറിനെ പിന്തുടർന്നാണ് യുദ്ധങ്ങൾ, കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത്. എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ട്? 3 കർണാട്ടിക് യുദ്ധങ്ങളുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. 3 കർണാട്ടിക് യുദ്ധങ്ങളാണുള്ളത്. കർണാട്ടിക് എന്ന് പറയാൻ അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായ കർണാട്ടിക് മേഖല, ആ കർണാട്ടിക് മേഖല എന്ന് പറയുന്നത് സൗത്ത്, നമ്മുടെ തമിഴ്നാട്, കർണാടക, ആ ഒരു റീജിയൻ. ഓക്കെ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു കർണാട്ടിക് പ്രോവിൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. കർണാട്ടിക് പ്രോവിൻസ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ഹെഡ് ക്വാർട്ടേഴ്സ് തമിഴ്നാട്ടിലെ, ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ആർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ആർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ആർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ കർണാട്ടിക് പ്രോവിൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ശരി, ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ ആരും തമ്മിലാ? ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു? 3 കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം കർണാട്ടിക് യുദ്ധങ്ങൾ, ആദ്യത്തെ കർണാട്ടിക് യുദ്ധം തുടങ്ങാൻ കാരണമായ കാര്യം എന്താണ്? 1740 യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ സക്സഷൻ വാറാണ്. ഓസ്ട്രിയൻ സക്സഷൻ വാറിലാണ് അതിന്റെ ആദ്യത്തെ കാരണം. ഓക്കെ, 1740 നടന്നതെങ്കിലും ഈ ഓസ്ട്രിയൻ സക്സഷൻ വാർ തുടങ്ങിയതെങ്കിലും ഇതിന്റെ ഒരു എഫക്റ്റ് ഇന്ത്യയിൽ ഉണ്ടായി വന്നത് 1744 ഓക്കെ, അപ്പം 1704 ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്നു. ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്ന എപ്പോഴാണ്? 1744 ഓക്കെ, 1744 തൊട്ട് 1763 വരെ ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്നു. ഓക്കെ, ഫസ്റ്റ് കർണാട്ടിക് വാർ 1763 അവസാനിക്കുന്നത്. ഫസ്റ്റ് കർണാട്ടിക് വാറിൽ ഈ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊരു കാര്യം പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം അന്ന് ഫ്രഞ്ചുകാർക്ക് ഒരു ആധിപത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അന്ന് ഫ്രഞ്ചുകാർക്ക് ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. അവര് ബ്രിട്ടൻ കൈവശം വെച്ചിരുന്ന മദ്രാസിന്റെ പല മേഖലകളൊക്കെ പിടിച്ചടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഈ ഫ്രഞ്ചുകാരുടെ ഗവർണറിന്റെ പേരാണ്. ഈ യുദ്ധം ഫസ്റ്റ് കർണാട്ടിക് വാറിന് ഫ്രഞ്ചുകാരെ ലീഡ് ചെയ്ത ആളാണ് ഫ്രഞ്ചിന്റെ ഗവർണർ ഡ്യൂപ്ലെക്സ്. ഓക്കെ, ഫ്രഞ്ചിന്റെ ഗവർണറായ ഡ്യൂപ്ലെക്സ്. അപ്പം ഡ്യൂപ്ലെക്സ് ആണ് ഈ ഫസ്റ്റ് കർണാട്ടിക് വാറിലെ ഫ്രഞ്ച് ഗവർണർ ആയിരുന്നു. അപ്പം ഫസ്റ്റ് വാറിൽ എന്ത് സംഭവിച്ചു? ഒരു വിജയമൊന്നും രണ്ട് സൈഡിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രഞ്ചുകാർക്ക് ഒരു ആധിപത്യം കിട്ടിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരെ പല മേഖലകളിലും അവർ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഒരു ആധിപത്യം ഫ്രഞ്ചുകാർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പം അതോടുകൂടി ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്ന ഗവർണറിന് ഒരു ആഗ്രഹം വന്നു. ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പോവുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ഒരു വൻ സാമ്രാജ്യം നമുക്ക് കെട്ടിപ്പടുത്താം. ആ സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന മോഹമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിനും മൂന്നാം കർണാട്ടിക് യുദ്ധത്തിനും കാരണമായത്. ഓക്കെ, അപ്പം 1744 തൊട്ട് 1763 വരെയാണ് കർണാട്ടിക് യുദ്ധം. ഞാൻ പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. 1744 തൊട്ട് 48 വരെയാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്നത്. 48 വരെയാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്നത്. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് 1744 തൊട്ട് 1763 വരെയാണ്. ഓക്കെ, അത് എല്ലാ 3 കർണാട്ടിക് വാറുകളും നീർന്നത് 1763. ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്ന എപ്പോഴാണ്? 1744 തൊട്ട് 1748 വരെ. ശ്രദ്ധിക്കാം, നേരത്തെ പറഞ്ഞൊരു വ്യത്യാസമാണ്, തെറ്റിപ്പോയതാണ്. 1744 തൊട്ട് 1748 വരെ. ഓക്കെ, ശരി. അപ്പം ഫസ്റ്റ് കർണാട്ടിക് വാർ തീരാൻ കാരണമായത് യൂറോപ്പിൽ ഈ പറയുന്ന ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു ട്രീറ്റി ഒക്കെ സൈൻ ചെയ്ത് അവർ ഇനി തൊട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ആ ട്രീറ്റിയുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ദ ട്രീറ്റി ഓഫ് Aix-la-Chapelle.
ദ ട്രീറ്റി ഓഫ് ആക്സ്-ലൈ-ചപ്പേൽ. ഓക്കെ, ദ ട്രീറ്റി ഓഫ് ആക്സ്-ലൈ-ചപ്പേൽ എന്ന് പറയുന്ന ട്രീറ്റിയാണ് ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ട്രീറ്റി അല്ലെങ്കിൽ ഉടമ്പടി. ഓക്കെ, സോ ഫസ്റ്റ് കർണാട്ടിക് വാർ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് കർണാട്ടിക് വാറിന് കാരണമായത് ഓസ്ട്രിയൻ സക്സഷൻ വാർ ആണ്. 1740 സംഭവിച്ച കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കാൻ കർണാട്ടിക് പ്രോവിൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ആർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം. കർണാട്ടിക് യുദ്ധങ്ങൾ 3 ഉണ്ടായിരുന്നത്. എപ്പോഴും തൊട്ട് എപ്പം വരെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? 1744 തൊട്ട് 1763 വരെയാണ് 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ആരൊക്കെ തമ്മിലാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഫസ്റ്റ് കർണാട്ടിക് വാർ 1744 തൊട്ട് 1748 വരെയാണ്. ഓക്കെ, ഫസ്റ്റ് കർണാട്ടിക് വാർ നടക്കുന്ന സമയത്ത് ഫ്രഞ്ചുകാരുടെ ഗവർണർ ആരായിരുന്നു? ഡ്യൂപ്ലെക്സ് ആയിരുന്നു. ഫസ്റ്റ് കർണാട്ടിക് വാർ 1748 അവസാനിക്കാൻ കാരണമായത് യൂറോപ്പിൽ നടന്ന ഒരു ട്രീറ്റിയാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ. ആ ട്രീറ്റിയുടെ പേരാണ് ആക്സ്-ലാ-ചപ്പേൽ. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റുകളാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോഴത്തേനും ഞാൻ പറഞ്ഞിരുന്നു ഫ്രഞ്ചുകാർക്ക് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തണമെന്ന മോഹം ഫ്രഞ്ച് ഗവർണറായ ഡുപ്ലെക്സിക്ക് ഉണ്ടായിരുന്നു. ആ ഡുപ്ലെക്സിയുടെ മോഹം കാരണം രണ്ടാമത് കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത് കർണാട്ടിക് യുദ്ധം നടക്കുന്നത് 1749 തൊട്ട് 1754 ഇടയിലാണ്. ഓക്കെ, അപ്പം സെക്കൻഡ് കർണാട്ടിക് വാർ എന്താണ്? സെക്കൻഡ് കർണാട്ടിക് വാർ. സെക്കൻഡ് കർണാട്ടിക് വാർ. ഓക്കെ, സെക്കൻഡ് കർണാട്ടിക് വാർ. സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്നത് 1749 തൊട്ട് 1754 വരെയാണ്. 1748 തൊട്ട് 49 തൊട്ട് 1754 വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. 1749 തൊട്ട് 1754 വരെ. ഓക്കെ, ഇത് തുടങ്ങുന്ന ഫസ്റ്റ് ബാറ്റിൽ എന്ന് പറയുന്നത് ഈ 1749 ഒരു ബാറ്റിൽ ഉണ്ട്. ഫസ്റ്റ് ബാറ്റിൽ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് അമ്പൂർ. എന്താണ്? ബാറ്റിൽ ഓഫ് അമ്പൂർ. ഓക്കെ, ബാറ്റിൽ ഓഫ് അമ്പൂർ അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാര് പരാജയപ്പെടുന്നുണ്ട്. ഫ്രഞ്ചുകാര് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി അങ്ങ് ജയിച്ചു കളയുമെന്ന് പറഞ്ഞ് ഒരു യുദ്ധമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം. പക്ഷേ ആദ്യത്തെ കർണാട്ടിക് യുദ്ധം പോലെയല്ല. ഫ്രഞ്ചുകാർക്ക് ആധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ, ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാര് ദയനീയമായി പരാജയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി 1754 ഈ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ ഇടയായ ട്രീറ്റി പഠിക്കണം. ആ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. ഓക്കെ, ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. സോ 1749 തൊട്ട് 1754 ഇടയിലാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിൽ ഏതായിരുന്നു? 1749 ബാറ്റിൽ ഓഫ് അമ്പൂർ ആയിരുന്നു. ഈ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി ആണ്. അത് 1754 ഓക്കെ, ഇവിടെ സംഭവിക്കേണ്ടത്, ഇവിടെയും ഫ്രഞ്ചുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്, ഫ്രഞ്ചുകാരെ ലീഡ് ചെയ്ത ഗവർണർ ആരായിരുന്നു? അത് ഡുപ്ലെക്സ് തന്നെയായിരുന്നു. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഗവർണർ ആരായിരുന്നു? ബ്രിട്ടീഷുകാരെ ഫൈറ്റ് ചെയ്ത ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ആരാണ്? റോബർട്ട് ക്ലൈവ്. ഓക്കെ, ശരി. ഇനി നമുക്ക് പഠിക്കേണ്ടത് രണ്ടാം കർണാട്ടിക് യുദ്ധം കഴിഞ്ഞു, മൂന്നാം കർണാട്ടിക് യുദ്ധമാണ്. തേർഡ് കർണാട്ടിക് വാർ. തേർഡ് കർണാട്ടിക് വാർ ആണ് ഏറ്റവും പ്രധാനമായ കർണാട്ടിക് വാർ. തേർഡ് കർണാട്ടിക് വാർ. ഓക്കെ, ഇപ്പൊ തേർഡ് കർണാട്ടിക് വാർ തുടങ്ങിയത് 1756 1756 തുടങ്ങി 1763 മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചു. ഓക്കെ, അപ്പം ഈ തേർഡ് കർണാട്ടിക് വാറിന് തുടങ്ങാൻ കാരണം ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. യൂറോപ്പിലെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ 7 years വാർ നടക്കുകയാണ്. എന്താണ് ആ വാറിന്റെ പേര്? 7 years വാർ. 7 വർഷ യുദ്ധം. ഓക്കെ, സപ്തവർഷ യുദ്ധം എന്നാണ് പറയുന്നത്. സപ്തവർഷം, 7 years വാർ. 7 years വാർ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. യൂറോപ്പിൽ അതിനെ ആസ്പദമാക്കിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ഇന്ത്യയിൽ നടക്കുന്നത്. ഓക്കെ, 1756 തൊട്ട് 1763 ഇടയിലാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. ഓക്കെ, അപ്പം 1756 യുദ്ധം തുടങ്ങുന്നെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ബാറ്റിൽ നടക്കുന്നത്, അത് നമുക്ക് പഠിക്കണം. 1760 നടക്കുന്നതാണ് പ്രധാനപ്പെട്ട ബാറ്റിൽ, ദ ബാറ്റിൽ ഓഫ്
ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ്. ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ്. ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് വാണ്ടി വാഷ് എന്ന് പറഞ്ഞാൽ. അവിടെ വെച്ചാണ് മൂന്നാം കർണാട്ടിക് വാറിലെ പ്രധാനപ്പെട്ട യുദ്ധമായ 1760 നടക്കുന്ന ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് 1763 അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 1763 മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചു. ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു, തോറ്റ് പിൻവാങ്ങി. അങ്ങനെ ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ആ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പാരീസ്. ഇത് പാരീസിൽ ഈ പറയുന്ന സപ്തവർഷ യുദ്ധം 7 years വാറിന്റെ എന്നെ തുടർന്നാണ് ആ ട്രീറ്റി സൈൻ ചെയ്തത്. ആ ട്രീറ്റി പാരീസിൽ യൂറോപ്പിൽ ബ്രിട്ടീഷുകാർ തമ്മിൽ ഫ്രഞ്ചുകാർ തമ്മിൽ സൈൻ ചെയ്തുവെങ്കിലും അതിന്റെ എഫക്റ്റ് ഇന്ത്യയിൽ നടക്കുന്നു. ആ എഫക്റ്റ്, ആ ഒരു ട്രീറ്റി കാരണമാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള ഇന്ത്യയിലെ യുദ്ധവും അവസാനിക്കുന്നത്. സോ വിച്ച് ട്രീറ്റി ലെഡ് ടു ദ എൻഡ് ഓഫ് ദ തേർഡ് കർണാട്ടിക് വാർ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തെഴുതണം? ട്രീറ്റി ഓഫ് പാരീസ്. നമ്മൾ പഠിച്ചിരുന്നു ഫസ്റ്റ് കർണാട്ടിക് വാർ ഏത് ട്രീറ്റി കാരണമാണ് നിർത്തുന്നത്? ട്രീറ്റി ഓഫ് ആക്സ്-ലായ്-ചാപ്പേൽ. രണ്ടാം കർണാട്ടിക് വാർ ഏത് ട്രീറ്റി കാരണമാണ് നിർത്തുന്നത്? ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. അങ്ങനെ മൂന്നാം കർണാട്ടിക് വാറിന്റെ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പാരീസ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ബ്രിട്ടീഷുകാരെ ഫോഴ്സ് ലീഡ് ചെയ്യുന്നത് ആരാണ്? ബ്രിട്ടീഷ് ഫോഴ്സുകളെ ലീഡ് ചെയ്യുന്ന ആരാണ്? ബ്രിട്ടീഷ് ഫോഴ്സുകളെ ലീഡ് ചെയ്യുന്നത് ഐർകൂട്ടാണ്. ആരാണ്? ഐർകൂട്ട്. ഫ്രഞ്ച് ഫോഴ്സിനെ ലീഡ് ചെയ്യുന്നത് ആരാണ്? ഫ്രഞ്ച് ഫോഴ്സ് ലീഡ് ചെയ്യുന്നത് കോംറ്റെ ഡെ ലാലി. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. എന്താണ്? ബ്രിട്ടീഷ് ഫോഴ്സസിനെ ലീഡ് ചെയ്യുന്നത് ഐർകൂട്ടും ഫ്രഞ്ച് ഫോഴ്സുകളെ അന്ന് ലീഡ് ചെയ്തത് കോംറ്റെ ഡി ലാലിയാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഫ്രഞ്ചുകാർ ഏത് വർഷമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്? 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഇന്ത്യയിലോട്ട വരവും ബ്രിട്ടീഷുകാരുടെയും വരവും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങളായ കർണാട്ടിക് യുദ്ധങ്ങൾ. ഓക്കെ, നമുക്കൊന്ന് ഇത്രയും പഠിച്ചൊന്ന് റീക്യാപ്പ് ചെയ്യാം. റീക്യാപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ട എന്തൊക്കെയാണ്? നമ്മൾ ഡച്ചുകാരെന്ന് പറയുന്നത് നെതർലാൻഡ്സിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞു. നെതർലാൻഡ്സിൽ നിന്നുള്ള ആളുകളായ ഡച്ചുകാർ 1602 അവർ ഇന്ത്യയിൽ വരുന്നു. അവർ മെയിൻ സെന്റർ ആയിട്ട് മാറുന്നത് ഫസ്റ്റ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് മസുലിപട്ടണത്താണ്. 1605 മെയിൻ സെന്റർ ആയിട്ട് വരുന്നത് 1690 പുലിക്കാട്ടാണ്. പിൽക്കാലത്ത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വരുന്നു. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നു. അവർ ഇന്ത്യയിലോട്ട് വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട തീയതികൾ 1608 വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കോടതിയിൽ വരുന്നു. 1615 തോമസ് റോ ജഹാംഗീറിന്റെ കോടതിയിൽ വന്ന് ട്രേഡിംഗ് റൈറ്റ്സ് എടുക്കുന്നു. ഫസ്റ്റ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ്, ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി. ശേഷം നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ചുകാരുടെ വരവാണ്. 1668 ഫ്രഞ്ചുകാർ വരുന്നുണ്ട്. ഈ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ലാസ്റ്റ് അറൈവിംഗ് ഫോഴ്സസ് ആണ്. അവർ മാഹി പോണ്ടിച്ചേരിയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ബാറ്റിൽ ഓഫ് ചിന്നസുരയാണ് 1759. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്ന ബാറ്റിൽ ഓഫ് സുവല്ലിയാണ് 1612. ഇനി കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കർണാട്ടിക് പ്രോവിൻസ് എന്താണെന്ന് പറഞ്ഞു? ആർക്കോട്ട് ആണെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. 1744 തൊട്ട് 1763 വരെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഫസ്റ്റ് കർണാട്ടിക് യുദ്ധം എൻഡ് ചെയ്യാനുണ്ടായ കാരണമായ ട്രീറ്റി എന്താണെന്ന് പറഞ്ഞു? ട്രീറ്റി ഓഫ് ആക്സ്-ലായ്-ചാപ്പേൽ ആണെന്ന് പറഞ്ഞു. രണ്ടാം കർണാട്ടിക് യുദ്ധം എൻഡ് ചെയ്യാനുണ്ടായ ട്രീറ്റി എന്ത്? ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധം എൻഡ് ചെയ്യാനുണ്ടായ കാര്യം എന്താണ്? ട്രീറ്റി ഓഫ് പാരീസ് ആണെന്നും നമ്മൾ പറഞ്ഞു. ഇത്രയും ഇതിന്റെ ഇടയിൽ കുറെ പോയിന്റുകൾ ഞാൻ പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ച് ഓർത്ത് മനസ്സിലാക്കുക. ഞാൻ എല്ലാവർക്കും ഈ പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഒരു റീക്യാപ്പാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. റീക്യാപ്പ് കഴിഞ്ഞു. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കമന്റിൽ ക്ലിയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, 1608 ആരാണ് ഇന്ത്യയിൽ വന്നതെന്നും 1615 ആരാണ് ഇന്ത്യയിൽ വന്നത് എന്നും കൂടി കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.